ഹായ് ഹലോ നമസ്കാരം, ഋഷിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിൽ പിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് രാത്രി എങ്ങോട്ടേക്കും പോയില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് കറക്റ്റ് ചൂജെട്ടി എന്ന് പറഞ്ഞ മലേഷ്യയുടെ പിനാങ്ങിൻ്റെ മെയിൻ അട്രാക്ഷനിലാണ് കേട്ടോ. ഇനിയിപ്പുറത്ത് മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചൂജെട്ടിയിലേക്ക് കയറുകയാണ്. ഇവിടെ 4 ജെട്ടികളോളം ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ജെട്ടിയാണ് കേട്ടോ ചൂജെട്ടി. ആദ്യമേ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. ബുദ്ധിസ്റ്റിൻ്റെ അമ്പലമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ 100 മീറ്റർ വ്യത്യാസത്തിലൊക്കെ ഇവിടെ അമ്പലങ്ങളുണ്ട് കേട്ടോ. എല്ലാ അമ്പലങ്ങളും കാണുമ്പോഴും അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഞാൻ കയറും കേട്ടോ. എന്തെങ്കിലും മനസ്സിലായാലോ എന്ന് വിചാരിച്ച്. എനിക്കൊന്നും മനസ്സിലാവാറില്ല, പലയിടത്തും ആളുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇതിനുള്ളിൽ ഒരു അച്ചായൻ നിൽപ്പുണ്ട്. അച്ചായൻ എന്തോ കട്ടൻ ചായയൊക്കെ അമ്പലത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോലാലംപൂരിലൊക്കെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമായിരുന്നു. പക്ഷേ പിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിൽ അധികം ആൾക്കാർക്കൊന്നും മനസ്സിലാവാറില്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും അവരൊക്കെ ട്രാൻസ്ലേറ്റർ ഇട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇത് കണ്ടോ, കട്ടൻ ചായ തന്നെയാണ് ഇവർ ഇട്ടിട്ട് അമ്പലത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് കുടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഇനി വെക്കുകയാണോ, നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന പോലെ വെക്കുകയാണോ എന്നറിയില്ല. ബുദ്ധിസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ. ബുദ്ധിസ്റ്റിൻ്റെ പരിപാടിയൊക്കെയാണ്. പിന്നെ ചൈനീസ് ആണെന്നോ ഒന്ന് എഴുതിയേക്കുന്നതൊക്കെ, അതോ മലയാണോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ചൂജെട്ടിയുടെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ചൂജെട്ടിയുടെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ പറയുന്നത് അവരുടെ സ്ഥാപനത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു നോട്ടീസൊക്കെ ഉണ്ട്, അതിലധികം സൗണ്ട് ഉണ്ടാക്കരുത്, കയറി പോകരുത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഏഷ്യൻ ടൂറിസ്റ്റുകളെയാണ് കേട്ടോ. കൂടുതലും അങ്ങനത്തെ മുഖഭാവമുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് ഇവിടെ നിറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ടും കച്ചവടക്കാരും പിന്നെ കാണാൻ വരുന്നവരൊക്കെ വാങ്ങാൻ ഇവരുടെ ഉപജീവന മാർഗ്ഗം അതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ചേറിൻ്റെ മണമുണ്ട്. എനിക്കിവിടെ നിന്നിട്ട് ചേറിൻ്റെ മണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല വെയിലുണ്ട്. തൊപ്പിക്കച്ചവടം നടത്തുന്നവർക്ക് നല്ല ലാഭമാണ്. കാരണം ഇവിടെ വരുന്ന ഒരാൾക്ക് പോലും തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ കാണുന്ന പോലെ തന്നെ ബാഗുകളൊക്കെയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ ബാഗുകൾ. പിന്നെ കാറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചെറിയ മിഷ്യൻ ഫാനുകൾ, കാരണം വെയിലല്ലേ അതുകൊണ്ടാണ്. പിന്നെ വിശറിയുണ്ട്, നമുക്ക് തന്നെ കാറ്റടിച്ച് വിടാനായിട്ട് വിശറികളുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഈ കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റിലോട്ടൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് ഇരു സൈഡിലും കച്ചവടങ്ങളില്ലേ, അതുപോലെ തന്നെയാണ്. ചെറിയൊരു വഴിയാണ്, അതിലൂടെ ആൾക്കാർ തിങ്ങി പാർക്കിയൊക്കെയാണ് കേട്ടോ പോകുന്നത്. ജൂജെട്ടിക്കുള്ളിൽ തന്നെ നടക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു തൊപ്പി വാങ്ങി. അതാകുമ്പോഴത്തേക്ക് എൻ്റെ മുടിയും പോയില്ല, ഫ്രണ്ടിൽ വെയിലും അടിക്കില്ല. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല തണുപ്പായിട്ട് നടക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീഷർട്ടും എടുത്തിട്ട് നല്ലതാണ്, കാരണം ഈ ടീഷർട്ട് മുഴുവൻ വെള്ളം പറ്റി വേർതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളിൽ പിന്നെയും ദൈവങ്ങളുണ്ട്. പിന്നെയും ഓരോ വീട്ടിലും ഓരോ ആൾക്കാരുണ്ട്. അവരൊക്കെ ആരാധിക്കുന്ന ചൈനീസ് മലയി ദൈവങ്ങളാണെന്ന് തോന്നുന്നു ഇവരൊക്കെ. പിന്നെ ഇത്രയും വലിയ കുളം ഉണ്ടായിട്ടും ഇവർ അക്വേറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെയും ഗോൾഡ് ഫിഷ് പോലത്തെ മീനുകളൊക്കെ വളർത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ അമ്മച്ചീനെയൊക്കെ കണ്ടോ. പിന്നെ ഒരു ചേച്ചിയുണ്ട്. പിന്നെ തുണിക്കടകൾക്ക് ഭയങ്കര കച്ചവടമാണെന്ന് തോന്നുന്നു. പിന്നെ കുട പിടിച്ച ആൾക്കാർ പോകുന്നുണ്ട്. ആളൊക്കെ ഷർട്ടൊക്കെ വേർത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്നെപ്പോലെ തൊപ്പി വെച്ച ആൾക്കാരും കുറേ ഉണ്ട്. കാരണം മുടി പോകാതെ മുടി കാണാനൊക്കെ പറ്റുമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ തൊപ്പി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മറ്റേ പലചരക്ക് കട പോലത്തെ സാധനങ്ങളും വെള്ളങ്ങളും ഫ്രൂട്ട്സും ഫുഡും ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നിനും വലിയ വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങണില്ല. ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ തൊപ്പി വാങ്ങിയത് 30 റിങ്കറ്റ് പറഞ്ഞു. ഞാൻ 15 റിങ്കറ്റിന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ ആ തൊപ്പി. പിന്നെ ഞാനിപ്പോഴാണ് ഇവിടെ വെള്ളം കാണുന്നത്. ഇതിനുള്ളിൽ നിറച്ച് കെട്ടി അടച്ചതുകൊണ്ട് ഇപ്പോഴാണ് ചെറിയ ഓടകൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ബോട്ടൊക്കെ നിർത്തിയിടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതല്ലെന്ന് തോന്നുന്നു ജെട്ടി, കാരണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. ബോട്ടൊക്കെ കൊണ്ടുവന്ന് റെസ്റ്റ് എടുപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. പിന്നെ ഇവരുടെ സ്ട്രീറ്റ് ആർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് മുഴുവൻ പടങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികളുടെ പടങ്ങളാണ് ഇവർ വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ചേറിൻ്റെ മണം കൊണ്ട് നിൽക്കാൻ വയ്യ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതല്ലായിരുന്നു കേട്ടോ ബോട്ട് ചെട്ടിയുടെ അറ്റം. ഇനിയും കുറേ കൂടെ മുൻപോട്ട് പോകാനുണ്ട്. എല്ലാവരും അങ്ങോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴിയിൽ നിറയെ സാധനങ്ങളാണ്, അങ്ങേ അറ്റം വരെ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും ഇവിടെ അമ്പലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരും ആരാധിക്കുന്നവരെ അവർ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് പൂജാമുറി പോലെ പുറത്തേക്ക് കാണിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതും ഒരു അമ്പലമാണ് കേട്ടോ, ക്ലോസ്ഡ് ആണ്. ഇതൊക്കെ ഒരു വീടായിരിക്കും, അകത്ത് കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പാലം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ് കേട്ടോ. അതിൽ തടിയുടെ അടിയിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കാണാൻ പറ്റും. ഇതിന് ചെറിയ വിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് വരുന്നവർക്ക് ചെറിയ പേടിയും പിന്നെ സ്ലിപ്പാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂ ഇട്ട് വരുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെയും ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭക്ഷണശാല ഇവിടെ മാത്രമേ കണ്ടുള്ളൂ, പുറത്ത് വേറെ ഭക്ഷണശാലയൊന്നും കണ്ടില്ല.
പിന്നെ ദാ ഞാനിപ്പോൾ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ബോട്ട് ചിട്ടിയുടെ അറ്റത്തോട്ടൊക്കെ പോകുന്നവർക്ക് അക്രോഫോബിയൊക്കെ ഉള്ളവർക്ക് പേടിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ടോ ഈ പെണ്ണൊക്കെ ചെരിഞ്ഞാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അവരുടെ കൂടെ വന്നവരൊക്കെ മുൻപോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഈ പെണ്ണും അവരുടെ കൂടെ വന്നതാണ്. ഇവർക്കൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ പേടിയുണ്ടാവും. കാരണം ഈ തടി കിടന്ന് ഇളകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവരൊന്നും അങ്ങോട്ട് പോകാത്തത്. പിന്നെ ഇവിടെ ബോട്ടൊക്കെ വലിയ ബോട്ടുകളൊക്കെ സർവീസ് ചെയ്യുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മീൻ പിടിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് ബോട്ട് സർവീസ് ഒന്നുമില്ല, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പിന്നെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെയാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം. അത് കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല. പിന്നെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് അകത്തേക്ക് വരാനായിട്ട്. അധികം സൗണ്ടൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ട് ചെട്ടിയുടെ അറ്റത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. ഇതിനകത്തെ ഈ അമ്പലത്തിനൊരു സവിശേഷതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഫ്ലോട്ടിംഗ് ടെമ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത്. വരുന്നവരെല്ലാം ഈ അമ്പലത്തിനുള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും കയറുന്നുണ്ട്. ചെരുപ്പൊന്നും ഊരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചെരുപ്പ് ഊരുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ചൂചട്ടിയിലെ ഈ ഫ്ലോട്ടിംഗ് ടെമ്പിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാലം കാണാൻ പറ്റും കേട്ടോ. അതൊരു വലിയ പാലമാണ്. അതിൻ്റെ കിലോമീറ്റർ ഏകദേശം 13.5 കിലോമീറ്ററാണ് കേട്ടോ. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ആദ്യത്തെ പാലം. അതായത് വൻകരയെയും ഒരു ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ പാലം ഇതാണ്. 2014 വരെ അതങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പിനാങ് ബ്രിഡ്ജാണ് മലേഷ്യനെയും പിനാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കണക്ഷൻ. ചൂചട്ടിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ കാണുന്ന മങ്കി ടെമ്പിൾ ഉള്ളത്. നമ്മൾ കാണുന്ന പോലെ തന്നെ മങ്കിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലും കുറേ മങ്കികളുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ചൂചട്ടി, ഇതിന് തൊട്ടിപ്പുറത്താണ് കേട്ടോ മങ്കി ടെമ്പിൾ. അപ്പോൾ ചൂചട്ടി വരുന്ന എല്ലാവർക്കും മങ്കി ടെമ്പിളിലും വരാൻ പറ്റുന്നതാണ്. ഇതൊരു താവോയിസ്റ്റ് അമ്പലമാണ് കേട്ടോ. ഇതൊരു മത്സ്യബന്ധന തുറമുഖമാണ്. അപ്പോൾ ഇവർ ആരാധിക്കുന്ന ദൈവങ്ങളുമൊക്കെ വിഭിന്നമായ ദൈവങ്ങളൊക്കെയാണ്. ഈ മങ്കിയൊക്കെ ഇവർ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. അങ്ങനെ വലിയ അമ്പലമൊന്നുമല്ല, മങ്കിയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ ഇതിനുള്ളിൽ മങ്കിയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇവർ ആരാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റും. പിന്നെ ഒരു ക്ലബ്ബ് പോലെയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് കുറച്ച് പ്രതിമകളും ദൈവങ്ങളും ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും ഇവർക്ക് മറ്റേ കമ്പനി അടിക്കുന്ന ആൾക്കാരെ പോലെയാണ്. അവരുടെ ചുറ്റിനും ഇരുന്നിട്ടാണ് ഇവർ ക്ലബ്ബ് പോലെ സംസാരിക്കുന്നതൊക്കെ. ഇവിടെയും ചെറിയ കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. താവോയിസ്റ്റ് ദൈവങ്ങളൊക്കെയാണ്. കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ ഇവർക്ക്. രോമാഞ്ച സിനിമയിലെ പോലെ എല്ലാ ദൈവങ്ങളും ഇവർ ഒരുമിച്ച് വെച്ചിട്ട് അവർ തമ്മിൽ സംസാരിക്കട്ടെ, ഇവർ പുറത്തിരുന്ന് സംസാരിക്കുന്ന അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ ഇവരുടേത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് ജോർജ് ടൗണിലേക്കാണ് കേട്ടോ. ജോർജ് ടൗണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ജോർജ് ടൗൺ എന്ന് പറയുന്നതാണ് യുനെസ്കോയുടെ വേൾഡ് മോസ്റ്റ് ഹെറിറ്റേജ് സൈറ്റ്. ഇവിടെ മനോഹരമായ തെരുവുകളിൽ 17ാമത്തെ തെരുവാണ് കേട്ടോ ജോർജ് ടൗൺ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ജോർജ് ടൗണിൻ്റെ മനോഹരമായ ഏറ്റവും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്. ഇവിടെ നിന്നാണ് കേട്ടോ ജോർജ് ടൗണിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ സോഷ്യൽ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ജോർജ് ടൗണിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡോ ചൈന അറബ് വാണിജ്യ മേഖലയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ജോർജ് ടൗൺ. ജോർജ് ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു യൂറോപ്പ് ടച്ച് ഉള്ളതുകൊണ്ട് ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് യൂറോപ്പിൽ എവിടെയാണ് ജോർജ് ടൗൺ എന്നാണ്. പക്ഷേ ഇത് സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ കുറേ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ നമുക്ക് 2.5-3 കിലോമീറ്റർ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവരിവിടെ സൈക്കിളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലും സൈക്കിളുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അലങ്കരിച്ചൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഫോർട്ട് കൊച്ചിയിലെ വൈബിളുള്ള ആൾക്കാരെ പോലെയാണ്. ഈ അമ്മച്ചീനെയൊക്കെ കണ്ടോ, അമ്മച്ചിയൊക്കെ സിഗരറ്റൊക്കെ വലിച്ച് പുറത്തെ ആൾക്കാരെ കാണിച്ചൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. അമ്മച്ചിയുടെ കയ്യിൽ സിഗരറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സൈക്കിൾ റെൻറ്റ് കൊടുക്കുന്ന ഏകദേശം 10 റിങ്കറ്റിനൊക്കെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോർജ് ടൗൺ എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ മാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ മാപ്പിൻ്റെ സൈഡിലൊരു ചെറിയ വഴിയുണ്ട്. അതിനുള്ളിലേക്ക് കയറുമ്പോഴാണ് കേട്ടോ ഞാനും അന്വേഷിച്ച് കിടന്ന അംബ്രലാലി ഉള്ളത്. അംബ്രലാലി ഞാൻ പല സ്ഥലങ്ങളിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും ഒക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ചെറിയൊരു തെരുവിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളിൽ ഇവർ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് കേട്ടോ. ആൾക്കാരുടെ ശ്രദ്ധ എങ്ങനെ ആകർഷിക്കാമെന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ ജോർജ് ടൗൺ. കാരണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ തെരുവിനെ, അതായത് വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ തെരുവാണ്, ആ തെരുവിനെ അടിപൊളിയായിട്ട് ഇവർ കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലോകത്തിലെ 17ാമത്തെ ഏറ്റവും മനോഹരമായ തെരുവാണ് കേട്ടോ ജോർജ് ടൗണിൻ്റേത്. അംബ്രലാലിയുടെ താഴെ തന്നെ വേറെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതിൻ്റെ താഴെ നല്ല തണലാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ജോർജ് ടൗണിലെ ഏറ്റവും കൂടുതൽ തണലുള്ള ഒരു സ്ഥലം ഈ അംബ്രലാലിയുടെ കീഴിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഞാൻ വന്ന സമയത്ത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് തണലൊക്കെ കൊണ്ടുപോയി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് ഇവിടുത്തെ ട്രൈ ഷോ പരിപാടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ
മുച്ചക്ര വണ്ടിയിൽ ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ റെൻ്റ് എടുക്കേണ്ടാത്തവർക്ക് ഈ വണ്ടിയിൽ ഇവർ ചുറ്റി കാണിക്കും കേട്ടോ. അവരുടെ ഒരു മാപ്പൊക്കെ ഉണ്ട്. ഈ ജോർജ് ടൗൺ മുഴുവൻ അവർ കാണിച്ചു തരും ഈ റിക്ഷയിൽ. അതിലൊരു കാറ്റാടി യന്ത്രമൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവരുടെ പാട്ടൊക്കെ കേട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ട്രൈഷോ സ്റ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു യാപ് ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ പേര് അങ്ങനെ യാപ് ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ചൈനീസിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇവർ യാപ് ടെമ്പിൾ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ചൈനീസ് അമ്പലമാണെന്ന്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി യാപ് ടെമ്പിൾ എന്താണെന്ന്. പിന്നെ ഇവർ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്ന പോലെ കത്തിച്ച് വെക്കുന്നത് സാമ്പ്രാണി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. സാമ്പ്രാണി ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ യാപ് ടെമ്പിളിനോടും വിട പറഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുകയാണ് കേട്ടോ. മുമ്പോട്ട് നടന്നിട്ട് ഈ തെരുവിനെ ഏറ്റവും മനോഹരമാക്കുന്ന സ്ട്രീറ്റ് ആർട്ടുകളുണ്ട്. അതിനൊക്കെ ഒരു മാപ്പ് ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവരൊക്കെ ആ മാപ്പ് നോക്കിയിട്ട് വഴി തെറ്റി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആ മാപ്പൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എന്നെപ്പോലെ തന്നെ വീഡിയോ എടുക്കുന്ന കുറേ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈഷോ. ഇങ്ങനെ സൈക്കിളിൽ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റും. അവർ നമ്മളെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിക്കും. ലോക്കൽ ഷോപ്പുകളിൽ മാത്രമല്ല കേട്ടോ സൈക്കിളൊക്കെ റെൻറ്റ് കൊടുക്കുന്നത്. ഇതുപോലെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ലിങ്ക് മോട്ടോർ ബൈക്കുകളും ഇവിടെ ലഭ്യമാണ്. അതിന് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ നടന്ന് ജോർജ് ടൗണിലെ ഇന്ത്യയിലെത്തി കേട്ടോ. ഇതിനെ ഇവർ വിളിക്കുന്നത് ലിറ്റിൽ ഇന്ത്യ എന്നാണ്. കാരണം കൂടുതലും ഇന്ത്യൻസ് ഇവിടെ താമസിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും ഉണ്ട്. നോർത്ത് ഇന്ത്യൻസിനുള്ളതുണ്ട്, സൗത്ത് ഇന്ത്യൻസിനുള്ളതുണ്ട്. അങ്ങനെ എല്ലാ ഇന്ത്യക്കാർക്കുള്ളതും ഇവിടെ ഉണ്ട്. ജോർജ് ടൗണിൽ ഞാൻ അന്വേഷിച്ച് നടന്ന മറ്റൊരു സംഭവത്തിന് മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. വേൾഡ് തന്നെ ഫേമസ് ആയിട്ടുള്ള കിഡ്സ് ഓൺ ബൈസൈക്കിൾ എന്ന് പറയുന്ന സ്ട്രീറ്റ് ആർട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ട്രീറ്റ് ആർട്ട്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ സ്ട്രീറ്റ് ആർട്ട് കണ്ടുപിടിച്ച് കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫേമസ് സ്ട്രീറ്റ് ആർട്ടാണെന്ന്. അങ്ങനെ ഇപ്പോൾ കാണുന്നത് രണ്ട് കുട്ടികൾ, ഒരാൾ സൈക്കിളിൽ എന്തോ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അത് കൈയിട്ട് എനിക്കും വേണമെന്ന് പറയുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. അവിടെ നിന്ന് ആൾക്കാരൊക്കെ അതേ പോസിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണിത് കാണാനായിട്ട്. യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന സ്ട്രീറ്റ് ആർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വഴിക്കൊക്കെ പാലസ്തീൻ്റെ കൊടികളായിട്ട് ആൾക്കാർ വണ്ടിയിലൊക്കെ പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ മറ്റ് സ്ട്രീറ്റ് ആർട്ടുകളിലെത്തി കേട്ടോ. ഒരു പൂച്ചയും ഒരു കുരങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റ് ആർട്ടുകൾക്ക് ഭയങ്കര ലൈവായിട്ടുള്ള ഫീൽ ഉണ്ട് കേട്ടോ. കാണാൻ ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കഴിക്കാനൊക്കെ വെക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ മണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ഭയങ്കര നാറ്റമാണ് കേട്ടോ ഇതിനൊക്കെ. വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നാങ്ങിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.